Welcome to United Central. Patrick Dorgu to United done deal. £25 million plus 4.5 million add-ons. അത് ഗ്യാരണ്ടീഡ് അല്ലാത്ത ആഡ്-ഓൺസ് ഉള്ള തുകയ്ക്കാണ് നമ്മൾ ഡോർഗുവിനെ സൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച പോലെ 30 മില്യന് താഴെ കിട്ടിയിട്ടുണ്ട്. വെൽ ഡൺ ടു ദ നെഗോഷിയേഷൻ ടീം. കാരണം ഇതൊത്തിരി വലിയ തുകയൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ മീഡിയ തീർച്ചയായും ചെയ്യാൻ പോകുന്ന ഇതാണ്. ഇനിയിപ്പോൾ അവനങ്ങനെ ക്ലച്ച് പിടിച്ചില്ല, അല്ലെങ്കിൽ വരുമ്പോൾ തന്നെ ഇതിപ്പോൾ 35, 40, 50 എന്നൊക്കെ ഉള്ള രീതിയിൽ പതുക്കെ കൂടിക്കൊണ്ടിരിക്കും. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഡോർഗുവിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് മച്ച് നീഡഡ് പൊസിഷനായ ലെഫ്റ്റ് വിങ് ബാക്ക് അല്ലെങ്കിൽ ലെഫ്റ്റ് ബാക്ക് ഏരിയയിലേക്കാണ് വരുന്നത്. ഇപ്പോൾ നമുക്കറിയാം അവിടെ കളിക്കുന്ന നമ്മുടെ രണ്ട് പ്ലേയേഴ്സും, ലൂക്ക് ഷോ ആണെങ്കിലും മലാസിയാണ്, രണ്ടുപേരും വിശ്വസിക്കാൻ പറ്റില്ല. ഭയങ്കര ഇഞ്ചുറി പ്രശ്നങ്ങളൊക്കെ ഉള്ള പ്ലേയേഴ്സാണ്. അപ്പോൾ അവിടേക്കാണ് ഡോർഗു വരുന്നത്. അപ്പോൾ ഡോർഗുവിൻ്റെ ഇഞ്ചുറി റെക്കോർഡ് ഞാൻ നോക്കി, ഇതുവരെ കരിയറിൽ ആകെ ഒരു ഇഞ്ചുറി മാത്രമേ വന്നിട്ടുള്ളൂ. അത് തന്നെ അങ്ങനെ തന്നെ തുടരട്ടെ നമുക്ക് ആഗ്രഹിക്കാം. അപ്പോൾ എന്തായാലും ഡോർഗുയുടെ കാര്യം പറയുകയാണെങ്കിൽ ഡാനിഷ് പ്ലെയറാണ്, 20 വയസ്സ്. നമ്മുടെ ക്ലബ്ബിൽ ഇപ്പോൾ ഓൾറെഡി 1-2 ഡാനിഷ് ആൾക്കാരുണ്ട്. എറിക്സൺ ഉണ്ട്, അതുപോലെ തന്നെ ഹോയിലൻഡ് ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കൂട്ടത്തിലേക്കാണ് ഡോർഗു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോർഗുവിന് അത്ര വലിയൊരു ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇവരൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് തന്നെ വിചാരിക്കാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എറിക്സനോട് അല്ലെങ്കിൽ ഹോയിലൻഡിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ക്ലബ്ബിന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന പ്ലെയർ എങ്ങനെയുണ്ട്, നിങ്ങൾ നാഷണൽ ടീമിൽ കാണുന്നതല്ലേ, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ ആളുടെ ക്യാരക്ടർ എങ്ങനെയാണ് എന്നുള്ള ചെറിയൊരു ഒപ്പീനിയനെങ്കിലും കിട്ടും. അപ്പോൾ ആ കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് ചോദിച്ചിട്ടായിരിക്കും അവർ പക്ഷേ ഡോർഗുവിനെ സൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡോർഗുവിൻ്റെ ആട്രിബ്യൂട്ടും കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാം. 6 അടി 2 ഇഞ്ച് പൊക്കമാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അറ്റാക്കിംഗ് മൈൻഡഡ് ആയിട്ടുള്ള വിങ് ബാക്ക് ആണെന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് അറ്റാക്സ് ആണ്. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യമാണ് വിചാരിക്കുന്നത്. പിന്നെ ഡോർഗുവിനെ പറ്റി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അത്ലറ്റിക് ആയിട്ടുള്ള പ്ലെയർ ആണെന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ ക്ലബ്ബിലേക്ക് നോക്കി കഴിയുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ലറ്റിക് ആയിട്ടുള്ള പ്ലേയേഴ്സ് വളരെ കുറവാണെന്നുള്ള കാര്യമാണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞിട്ട്, നമുക്ക് കമവിംഗ പോലത്തൊക്കെയുള്ള ആരെങ്കിലുമൊക്കെ പ്ലേയേഴ്സൊക്കെ വേണം, കുറച്ച് അത്ലറ്റിക്, ഓടാനും ചാടാനൊക്കെ കേപ്പബിലിറ്റി ഉള്ള ഒരാൾ. അപ്പോൾ അങ്ങനെ ഒരു കാറ്റഗറി പെടുന്ന ഒരു പ്ലെയറാണ്. ഭയങ്കര ഫാസ്റ്റാണ് ഡോർഗു, റാപ്പിഡാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അറ്റാക്ക് ചെയ്യുമ്പോൾ ക്രോസ് ഇടാനറിയാം, ഇൻസൈഡ് കട്ട് ചെയ്യാനറിയാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എബിലിറ്റിയൊക്കെയുള്ള പ്ലെയറാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ലച്ചേന്നാണ് വരുന്നത്. വലിയ പ്രതീക്ഷകളിലൊന്നും കാര്യമില്ല. അപ്പോൾ നമ്മൾ യുണൈറ്റഡ് ഫാൻസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ്, ഏത് പ്ലെയർ വന്നാലും നമ്മൾ ഭയങ്കര ഹൈപ്പ് ചെയ്യും, അതുപോലെ തന്നെ വലിയ പ്രതീക്ഷയിലേക്ക് ആയിരിക്കും ഇരിക്കുക. പക്ഷേ നമ്മൾ ഈ വർഷങ്ങളിലൊക്കെ നമ്മൾ ഒത്തിരി ട്രാൻസ്ഫേഴ്സ് നമ്മൾ പരാജയം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയൊന്നും നമുക്ക് വേണ്ട. വരട്ടെ, കളിക്കട്ടെ. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റാറ്റിലൂടെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും മെട്രിക്സിലൂടെ അളക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നമുക്ക് മെൻറ്റാലിറ്റി, അതുപോലെ തന്നെ അവരുടെ അപ്രോച്ച്, അതുപോലെ തന്നെ എത്രത്തോളം ടീമിനോടുള്ള കമ്മിറ്റ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഒരിക്കലും സ്റ്റാറ്റിലൂടെയോ അല്ലെങ്കിൽ കളി കാണുന്നതിലൂടെ പറയാൻ പറ്റില്ല. നമ്മുടെ ടീമിലേക്ക് വന്നതിന് ശേഷം അവരെങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതിൽ മാത്രമാണ് കാര്യം. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ഇറ്റ്. ഇപ്പോൾ എന്തായാലും ഒരു സൈനിങ്, നമ്മുടെ റൂബൻ അമോറിം എറയിലെ ആദ്യത്തെ സൈനിങ് ആണെന്ന് പറയാം. അതുപോലെ വേറൊരു ട്രാൻസ്ഫർ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഐഡൻ ഹേവൻ എന്ന് പറയുന്ന ആഴ്സണലിൻ്റെ പ്ലെയർ, അത് അക്കാഡമി സെറ്റപ്പിൽ നിന്ന് വരുന്നതാണ്. 18 വയസ്സുള്ള താരമാണ്, സെൻറ്റർ ബാക്കാണ്, ഇംഗ്ലീഷ് പ്ലെയറാണ്. വലിയ ഇൻഫോർമേഷനൊന്നുമില്ല, ഈ ചിഡോബി മാർട്ടിൻ പോലെ തന്നെ അങ്ങനെ ഒരു ട്രാൻസ്ഫറാണ്. അപ്പോൾ ഫസ്റ്റ് ടീം സൈനിങ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇന്നലെ ന്യൂസൊക്കെ കണ്ടത്. പക്ഷേ അങ്ങനെയാണെന്ന് തോന്നുന്നില്ല. കാരണം ഈ സെക്കുക്കോനയുടെ കാര്യത്തിലേക്ക് വന്നപ്പോൾ ഇതുപോലെ തന്നെയാണ്, ഫസ്റ്റ് ടീം സൈനിങ് എന്നുള്ള രീതിയിലാണ് നമ്മൾ സെക്കുക്കോനെ കൊണ്ടുവന്നത്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ റീസെൻ്റിലേക്ക് വാർത്തകളൊന്നും ഒരു ഫസ്റ്റ് ടീമിലേക്ക് കളിക്കാനുള്ള ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കൊന്നും സെക്കുക്കോന എത്തിയിട്ടില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എയ്ഡൻ ഹേവൻ അങ്ങനെ ഫസ്റ്റ് ടീമിലേക്കൊന്നും കൊണ്ടുവരുന്നതായിട്ട് തോന്നുന്നില്ല, ഉടനെ ഒന്നും ഉണ്ടാവും തോന്നുന്നില്ല. എന്നാലും കുറച്ച് സമയം എടുത്തതിന് ശേഷം ഇപ്പോൾ ചിഡോബി മാർട്ടിനെ പോലെ തന്നെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതുപോലെ മറ്റൊരു കാര്യം മെൻഷൻ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോഗ്ബയുടെ കാര്യമാണ്. ഇപ്പോൾ പോഗ്ബ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ യുണൈറ്റഡിൻ്റെ ഒരു കാർട്ടൂൺ പോലെ സെറ്റപ്പൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ സ്കൈ സ്പോർട്സൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പോഗ്ബയുടെ ഏജൻസ് ഇപ്പോൾ പ്രീമിയർ ലീഗ് ക്ലബ്ബുകളൊക്കെ ആയിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ഇത് വന്നു, ഒരു പക്ഷേ യുണൈറ്റഡ് ആയിരിക്കാം എന്നുള്ള രീതിയിലൊക്കെ. പോഗ്ബ 31 വയസ്സായിട്ടുള്ളൂ കേട്ടോ ശരിക്കും പറഞ്ഞത്. ഈ കൊല്ലം 32 ആവും. ഇപ്പോൾ മാർച്ചിലാണ് പോഗ്ബയ്ക്ക് ഇനി കളിക്കാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ പോലെ ഡ്രഗും പോട്ടെ, ഉത്തേജക മരുന്ന് ഉപയോഗിച്ചതിൻ്റെ കാര്യം കൊണ്ട് തന്നെ പുള്ളിക്കാരന് ബാനും കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുകയായിരുന്നു. പോഗ്ബനെ ഇനി തിരിച്ചു കൊണ്ടുവരണോ? അതിൻ്റെ യാതൊരു രീതിയിലും കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒത്തിരി ഇഞ്ചുറി പ്രശ്നങ്ങളൊക്കെയുള്ള പ്ലെയറാണ്. വേണമെങ്കിൽ ഒരു 5-6 മാസത്തേക്ക് ഒരു ലോൺ. കാരണം നമുക്കൊരു മിഡ്ഫീൽഡിൽ പോഗ്ബേൻ്റെ എബിലിറ്റി അല്ലെങ്കിൽ പഴയ പോഗ്ബയുടെ എബിലിറ്റി ഉള്ളൊരു പ്ലെയർ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി യൂസ്ഫുൾ. കാരണം പോഗ്ബയ്ക്ക് ലോങ് ബോൾ ഇടാനറിയാം. അതുപോലെ പോഗ്ബയ്ക്ക് കഴിവില്ലാന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. ഭയങ്കര ഫിസിക്കലായിട്ടുള്ള
നല്ല പ്രസൻസ് ഉള്ള, നല്ല പാസ് കളിക്കാൻ പറ്റുന്ന പല എബിലിറ്റീസൊക്കെ ഉള്ള പ്ലെയറാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 5-6 മാസത്തേക്ക് ലോൺ എന്നുള്ളൊരു ഓപ്ഷനിൽ കൊണ്ടുവരികയാണെങ്കിൽ, കൊണ്ടുവരുമെന്ന് തോന്നുന്നില്ല, ക്ലബ്ബ് ഒരിക്കലും ചെയ്യുമെന്ന് തോന്നുന്നില്ല. കാരണം ജിം റാറ്റ്ക്ലിഫിന് അങ്ങനെയുള്ള പരിപാടിക്കൊന്നും താല്പര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരിക്കലും ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഷോർട്ട് ടൈമിൽ നോട്ട് ബാഡ് എന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പോൾ എന്തായാലും മറ്റൊരു കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്തിയസ് ടെല്ലിൻ്റെ കാര്യമാണ്. ഇപ്പോൾ പ്ലെറ്റൻബർഗൊക്കെ ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യുന്നത് പ്ലെറ്റൻബർഗ് ഒന്നും അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളല്ല. ബയേണിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ റിലയബിളാണെന്ന് ബയേൺ ഫാൻസ് പറയും. ഇപ്പോൾ മത്തിയസ് ടെല്ലിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ മത്തിയസ് ടെല്ല് ബയേണിൻ്റെ ഫ്രഞ്ച് വണ്ടർ കിഡാണ്. അപ്പോൾ ഭയങ്കര സൂപ്പർ സ്റ്റാർ ആയിരിക്കും, ഒരു നെക്സ്റ്റ് തിയറി ഓൺറി അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അപ്പാരൻ്റ്ലി ബയേണിനെ നിർത്താൻ താല്പര്യമില്ല, അല്ലെങ്കിൽ കമ്പനിക്ക് നിർത്താൻ താല്പര്യമില്ല. ഒന്നല്ലെങ്കിൽ ലോണിൽ പൊക്കോളാൻ പറഞ്ഞേക്കാണ്, അതല്ലെങ്കിൽ പെർമനൻ്റ്ലി പൊക്കോളാൻ പറഞ്ഞേക്കാണ്. അപ്പോൾ നേരത്തെ ചെൽസിയൊക്കെ ആയിട്ട് ലിങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു വേണ്ട പ്ലെയറാണ്, അത് പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല. റാഷ്ഫോർഡിനെ ടീമിൽ നിന്ന് ഒഴിവാക്കി, ഗാർനാച്ചോ ചിലപ്പോൾ നാപ്പോളിലേക്ക് വരും. ഇപ്പോൾ ചെൽസി ആയിട്ടുള്ള ലിങ്ക്സൊക്കെ കൂൾ ഡൗൺ ആയെന്ന് മാറ്റ് ലോ പറഞ്ഞിട്ടുണ്ട്, ചെൽസി ജേർണലിസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും പോകാൻ പോകുന്നത് നാപ്പോളിയിലേക്കായിരിക്കും തോന്നുന്നു. അപ്പോൾ ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കുന്ന ആ ഒരു സമയമാകുമ്പോഴേക്കും ആ കാര്യത്തിൽ തീരുമാനമാകും. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പ്ലെയർ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മത്തിയസ് ടെല്ലിനെ ഈ പറയുന്ന പോലെ ഒരു ലോണിലേക്ക് കൊണ്ടുവന്നാലും വലിയ കുഴപ്പമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാമായിരുന്നു. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ വലിയ സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ടെല്ല് 7 ഗോളും 5 അസിസ്റ്റും നേടിയിട്ടുണ്ട്. മാത്രമല്ല 19 വയസ്സേ ഉള്ളൂ. പിന്നെ ഈ ഫ്രഞ്ച് വണ്ടർ കിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും അങ്ങനെ ഫെയിലിയറായും കാണാറില്ല. സോ നമുക്ക് പെർമനൻ്റ്ലി മേടിക്കുകയാണെങ്കിൽ, ലോണിൽ കൊണ്ടുവരികയാണെങ്കിലോ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എന്നാണ് ആ കാര്യത്തിലും തോന്നുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ടിടാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.